ഇത് നമ്മളിവിടെ ഇത് നടക്കുന്ന വരമ്പാണ്. നടക്കുന്ന വരമ്പിൽ നമുക്കിവിടെ പറമ്പിൽ കൂടുതലും സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഈ നടക്കുന്ന വരമ്പിനെ നമ്മൾ കുറേ കൊക്കോ ഒക്കെ കട്ട് ചെയ്ത് ഒതുക്കി കുറച്ച് സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലാക്കി ഈ വരമ്പിൻ്റെ രണ്ട് സൈഡിൽ കൂടെയും ഗ്രോ ബാഗിൽ വളവും മണ്ണും ഒക്കെ നിറച്ച് നമ്മൾ ഇഞ്ചി നട്ടിട്ടുണ്ടാണ് ഇവിടെ. അപ്പോൾ ഇഞ്ചി പറിച്ചപ്പോൾ കുറച്ച് ഭാഗത്ത് ഞാൻ ഒരു ട്രയലിനുള്ള രീതിയിൽ ആ മണ്ണിൽ തന്നെ കുറേ പച്ചമുളക് നട്ടതാണ്. അപ്പോൾ പച്ചമുളക് നന്നായിട്ട് കാക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് ആ ഒരു ഗ്രോ ബാഗിനകത്ത് രണ്ടാമത്തെ അതേ മണ്ണിൽ രണ്ടാമത്തെ ക്രോപ്പാണത്. അപ്പോൾ ബാക്കി ഇരിക്കുന്ന ഈ ഇഞ്ചി പറിച്ച ബാഗുകളാണിത്. അപ്പോൾ ഇഞ്ചി പറിച്ചപ്പോൾ നമ്മൾ മണ്ണ് കളയാതെ അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് തന്നെ നമുക്ക് വെണ്ടയോ വഴുതനയോ തക്കാളിയോ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നടാം. വേറെ ഏതെങ്കിലും ഒരു ക്രോപ്പ് ഇഞ്ചി വേറെ ഈ പ്രാവശ്യം വേറൊരു വരമ്പിലേക്ക് മാറ്റാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. പുതിയ ഗ്രോ ബാഗിൽ പുതിയ മണ്ണും ഇതൊക്കെ നിറച്ചിട്ട്. കാരണം ഈ ഇഞ്ചിയിൽ കൂടുതൽ കേടുപാടുകൾ ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് ഈ മണ്ണ് തന്നെ നിറയ്ക്കേണ്ട. അപ്പോൾ ഈ മണ്ണ് മറ്റെന്തെങ്കിലും കൃഷിക്ക് യൂസ് ചെയ്യാം. ഈ വരമ്പിലും നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള പയറോ വെണ്ട വഴുതന തക്കാളി ഇങ്ങനെയുള്ള സാധനങ്ങൾ നടാൻ വേണ്ടിയിട്ട് ഇതിവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇഞ്ചി ഇതിനകത്ത് നല്ല വിളവെടുപ്പ് നല്ല വിളവുണ്ടായി. എനിക്ക് തോന്നുന്നു ഒരു 1/2 കിലോയ്ക്ക് മാത്രമൊക്കെ ഒരു മൂട്ടിൽ നിന്ന് വന്നിട്ടുണ്ടത്. നല്ല ഒരു വിളവായിരുന്നു. ഗ്രോ ബാഗിനകത്ത് ഇഞ്ചി നട്ട് കഴിഞ്ഞാൽ നമുക്ക് വീട്ടാവശ്യങ്ങൾക്കൊക്കെ ഇഞ്ചി നടുകയാണെങ്കിൽ ഒരു 10 ഗ്രോ ബാഗ് നട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള ഇഞ്ചി നമുക്ക് കിട്ടും.